ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കനും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 1/4 കിലോ അളവിലുള്ള കുമ്പളങ്ങയാണ്. ഇത് നമ്മൾ നന്നാക്കി വൃത്തിയാക്കി വരുമ്പോൾ ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് കഷ്ണം ഉണ്ടാവുള്ളൂ. ഇനി നമുക്കതിൽ വറുക്കാനായിട്ട് ഒരു 2.5 സ്പൂൺ മല്ലി, 1/4 സ്പൂൺ ചെറിയ ജീരകം, 1/2 സ്പൂൺ വലിയ ജീരകം, ഒരു 8-10 വറ്റൽമുളക് ഇതും കൂടി എടുക്കാം. അപ്പോൾ ഒരു തവ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലിടുക. എന്നതിന് ശേഷം നമ്മൾ ഈ മല്ലി, ജീരകം, മുളക് എല്ലാം കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ശരിക്കൊന്ന് വറുത്ത് ഒരു ബ്രൗൺ നിറം ആവുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ചൂടൊന്ന് അല്പം ആറിയതിന് ശേഷം നമ്മളതിൽ വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്കിത് വെള്ളം ചേർക്കാതെ ഞാൻ ഇതേപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരല്പം തരിതരിപ്പൊക്കെ ഉണ്ട്. ഇതേപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. തീ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിലേക്ക് ഒരു വലിയ സവോള നന്നായി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞാൽ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 8 വെള്ളുള്ളി, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞാൽ കൂടി ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 സ്പൂണ് ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു തക്കാളി കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് നമ്മൾ ഒരുവിധം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പേസ്റ്റ് പോലെയൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഘട്ടത്തിൽ നമ്മൾക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂണ് മീറ്റ് മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് അല്പം കുരുമുളക് പൊടി, അതായത് ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അധികം വെള്ളം നമ്മൾക്കിതിൽ ഒഴിക്കണ്ട. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. 5 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് അല്പം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. ഇതേ വലിപ്പത്തിൽ തന്നെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. നല്ലൊരു രുചിയായിരിക്കും. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. ഈ സമയം നമ്മൾക്ക് നേരത്തെ അരച്ച് വെച്ച മസാലക്കൂട്ടും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഗ്രേവിക്കുള്ള വെള്ളം ഇപ്പോൾ എത്ര മതിയാവും അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് നമ്മളൊരു 20 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണാൻ പറ്റും ചിക്കനും കുമ്പളങ്ങയൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കുന്ന സമയത്ത് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു 5 മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി അടച്ച് വയ്ക്കണം. അപ്പോഴാണ് അതിൽ ശരിക്കും ഒന്ന് സെറ്റായി വരുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. നാടൻ കറി ആയതുകൊണ്ട് തന്നെ കറിവേപ്പില കൂടി ചേർത്ത് നമ്മൾക്ക് അതെല്ലാം നല്ലപോലെ സെറ്റായി വന്നു. ഇപ്പോൾ നമ്മൾക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക അതിൻ്റെ മേലെ. അപ്പോൾ ഒന്നുകൂടി രുചി കൂടും. ഈ സമയം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ
ചിക്കനും കുമ്പളങ്ങി ഇട്ടുള്ള ഒരു കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ കറി വറുക്കുന്ന സമയത്ത് അല്പം തേങ്ങ ചേർത്തും വറുത്തിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഈ ചിക്കനും കുമ്പളങ്ങയും ചേർത്തുള്ളൊരു കറി അടിപൊളിയായിരിക്കും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.